വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആണ്. 60 ദിവസത്തെ ക്ലാസ്സിൽ ഇന്ന് 58ാമത്തെ ദിവസമാണ്. 2 ദിവസം കൂടി ഇനി ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ SCRT പാഠഭാഗങ്ങൾ കുറച്ചുകൂടി പഠിക്കാനുള്ളത് പഠിച്ചു തീർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സ് പറയുകയാണ്. അപ്പൊ അതില് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം നമ്മൾ ആദ്യം വായിക്കാം. ടീച്ചറ് വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ നഗരം ഏത് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് വിശപ്പ് രഹിത നഗരം ട്ടോ? വിശപ്പ് രഹിത നഗരം ഒരു പദ്ധതിയുടെ പേരാണ് വിശപ്പ് രഹിത നഗരം. ഈ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ആര് എന്നാണ് ചോദിച്ചത്. ഈ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയാണ്? കോഴിക്കോട് ജില്ലയാണ്. അപ്പൊ ഈ പദ്ധതിയുടെ പ്രത്യേകത എന്താ? വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അല്ലെ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വിശപ്പ് രഹിത നഗരം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷ്യ സുരക്ഷാ പദ്ധതികളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുടുംബശ്രീയുടെ പ്രത്യേകത, കുടുംബശ്രീയുടെ ഒരു പദ്ധതിയുടെ പേരാണ് ലഞ്ച് ബെല്ല്. എന്താണ് ലഞ്ച് ബെല്ല് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്. അതാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. എന്താ ലഞ്ച് ബെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ഓൺലൈൻ ഭക്ഷണ സംവിധാനം. എന്താണ്? ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഭക്ഷണം എത്തിക്കുകയാണ് ഈ പരിപാടി. അപ്പോ അത് കുടുംബശ്രീയുടെ പദ്ധതിയാണ്. അതൊരു ഓൺലൈൻ സംവിധാനമാണ്. അതിന്റെ പേരാണ് ലഞ്ച് ബെല്ല്. കുടുംബശ്രീയുടെ ഈ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പിന്റെ പേരും കൂടി പഠിക്കുക. ആപ്പിന്റെ പേര് പോക്കറ്റ് മാർട്ട് എന്നാണ്. എന്താണ് ആപ്പിന്റെ പേര്? പോക്കറ്റ് മാർട്ട് എന്നാണ് ആ ആപ്പിന്റെ പേര്. അപ്പൊ ലഞ്ച് ബെൽ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നത് പോക്കറ്റ് മാർട്ടിൽ കൂടെയാണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണശീലം വളർത്തിയെടുക്കാൻ ഒരു പദ്ധതി കൊണ്ടുവന്നേക്കാണ്. എന്താണ് പദ്ധതി? ഹെൽത്തി പ്ലേറ്റ് പദ്ധതി. എന്താണ് ഹെൽത്തി പ്ലേറ്റ് പദ്ധതി? ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണശീലം വളർത്തിയെടുക്കാൻ ഹെൽത്തി പ്ലേറ്റ് പദ്ധതി കൊണ്ടുവന്നത് ഏത് ഭരണകൂടമാണ്? ഏത് ജില്ലാ ഭരണകൂടമാണ്? മലപ്പുറം. ആരാ കൊണ്ടുവന്നത്? മലപ്പുറമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഷർ, ഷുഗർ അല്ലെ, അതുപോലെ തന്നെ എന്താന്ന് പറയണ രക്തസമ്മർദ്ദം, അങ്ങനെ കുറെ നമുക്കറിയാം. ജീവിതശൈലി മൂലം ഫാറ്റി ലിവർ, കുറെ അധികം അസുഖങ്ങൾ നമുക്ക് ഇപ്പൊ ഉണ്ട് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടാണ്. അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ക്യാമ്പയിന്റെ പേരെന്താണ്? ക്യാമ്പയിന്റെ പേരാ ചോദിക്കണേ. എവിടത്തെ? മലപ്പുറം ജില്ലയിലെ ക്യാമ്പയിൻ ആണ്. ജീവിതശൈലി രോഗങ്ങള് വർദ്ധിക്കുന്നത് തടയാൻ നടത്തുന്ന ക്യാമ്പയിൻ. ആ ക്യാമ്പയിന്റെ പേരാണ് നെല്ലിക്ക. എന്താണ് അതിന്റെ പേര്? നെല്ലിക്ക എന്നാണ്. ക്ലിയർ ആയില്ലോ മക്കളെ? ഇനി അടുത്തത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരത്തിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ എന്ത് ലഭിക്കുകയാണ്? കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് സുജലം പദ്ധതി. എന്താണ് ആ പദ്ധതിയുടെ പേര്? സുജലം. ഇപ്പൊ സംസ്ഥാനത്തുള്ള റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞ? സുജലം പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയില്ലോ? അടുത്തത് നോക്കുക. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് കേരളത്തിൽ നടപ്പിലാക്കിയ 2023 ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് കേരളം. എന്താണ് ആ പദ്ധതിയുടെ പേര്? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ് കേരളം സുരക്ഷിത ഭക്ഷണ ഇടം. എന്താണ് പദ്ധതിയുടെ പേര്? കേരളം സുരക്ഷിത ഭക്ഷണ ഇടം. അപ്പൊ ഇത്രയും നമ്മള് ഭക്ഷണപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഇതുമായിട്ട് ഒന്നും ബന്ധമില്ലാത്ത വേറൊരു സയൻസിന്റെ ഭാഗം നമ്മൾ പറയാൻ പോണേ. ചില മൂലകങ്ങൾ തന്നിട്ട് ആ മൂലകങ്ങളുടെ ആറ്റോമിക നമ്പർ എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ആറ്റോമിക നമ്പർ 100 ഏത് മൂലകത്തിനാണ് എന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആറ്റോമിക് നമ്പർ 3
ഫെർമിയം. 100, ആറ്റോമിക് നമ്പർ 100 ഏതാണ്? ഫെർമിയം. അപ്പൊ 99 ഏതാണ്? 99 ഐൻസ്റ്റീനിയം. 99 ഐൻസ്റ്റീനിയം. 99 ഐൻസ്റ്റീനിയം. 92 യുറേനിയം. 92 യുറേനിയം. 90 മുതൽ 100 വരെയുള്ളത് ഇതാ ചോദിക്കാറ്. ഇനി എപ്പോഴും ചോദിക്കാറുണ്ട് 101 മെന്റലീവിയം. 101 മെന്റലീവിയം എന്നതാണ് 101. മെന്റലീവിയം ആണ് 101 ചോദിക്കാറുള്ളതാണ് കേട്ടോ. മെന്റലീവിയം ആണ് 101. ഇതൊക്കെ എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ് മെന്റലീവിയം. ഇനി അടുത്തത് എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് നമുക്ക് പറയാം. ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അതുപോലെ തന്നെ ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. അടുത്തത് 10 വരെ പഠിക്കാട്ടോ. ബെറീലിയം ഏതാണ്? ബെറീലിയം 4. അടുത്തത് ബോറോൺ 5. ഏതാണ്? ബോറോൺ 5. കാർബൺ 6. കാർബണിന്റെ എത്രയാണ്? കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6. നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7. നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7. ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 8. ഓക്സിജൻ 8. അടുത്തത് ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പർ. ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പർ 9. നിയോണിന്റെ ആറ്റോമിക് നമ്പർ. നിയോണിന്റെ ആറ്റോമിക് നമ്പർ 10. നിയോണിന്റെ 10. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സോഡിയം. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? മഗ്നീഷ്യത്തിന്റെ 12. അലുമിനിയത്തിന്റെ ആറ്റോമിക് നമ്പർ. അലുമിനിയം 13. അലുമിനിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 13. സിലിക്കൺ എത്രയാണ്? സിലിക്കൺ 14. സിലിക്കൺ 14. ഫോസ്ഫറസ് 15. ഇനി അടുത്തത് ഫോസ്ഫറസ് കഴിഞ്ഞാൽ സൾഫർ ആണ് 16 നിൽക്കുന്നത്. സൾഫറിന്റെ ആറ്റോമിക് നമ്പർ 16. മുഴുവനൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ പഠിക്കാള്ളൂ. സൾഫർ 16. ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17. ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. ആർഗണിന്റെ ആറ്റോമിക് നമ്പർ 18 ആണ്. ആർഗണിന്റെ ആറ്റോമിക് നമ്പർ 18. പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 19. പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 19 ആണ്. കാൽസ്യം 20 ആണ്. കാൽസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? കാൽസ്യം 20. ഇനി അയേണിന്റെ ആറ്റോമിക് നമ്പർ. അയേണിന്റെ ആറ്റോമിക് നമ്പർ 26. അയേണിന്റെ 26. സിൽവറിന്റെ ആറ്റോമിക് നമ്പർ. സിൽവർ 47 ആണ്. സിൽവറിന്റെ. പ്ലാറ്റിനത്തിന്റെ ആറ്റോമിക് നമ്പർ ട്ടോ. പ്ലാറ്റിനത്തിന്റെ ആറ്റോമിക് നമ്പർ 78. ഗോൾഡ് സ്വർണത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 79. യുറേനിയം ചോദിച്ചിട്ടുണ്ട്. യുറേനിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? യുറേനിയം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, യുറേനിയത്തിന്റെ 92 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് ആറ്റോമിക് നമ്പർ. ഇത് സ്ഥിരം ചോദിക്കാറുള്ള ഭാഗമാണ് ആറ്റോമിക് നമ്പർ. അപ്പൊ അതുകൊണ്ട് ആറ്റോമിക് നമ്പർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആറ്റോമിക് നമ്പർ പഠിച്ചു. അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ എന്ന് പറയുന്ന ആ ടോപ്പിക് പഠിച്ചു. ഇനി ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യം, പരീക്ഷയ്ക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ല. നമ്മള് ഈ എന്താ പറയാ സംസ്ഥാനത്തെ, കേരള സംസ്ഥാനത്തെ ആരോഗ്യ രംഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആരോഗ്യ രംഗത്ത് സേവനങ്ങൾ നൽകുന്നത് 3 മേഖലയിലുള്ള ആൾക്കാരാണ്. സംസ്ഥാനത്തിലെ ആരോഗ്യ രംഗത്തുള്ള സേവനം നൽകുന്നത് 3 മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അതിൽ ചോദ്യം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ രംഗത്തെ ത്രിതല സംവിധാനത്തിൽ 3ാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത് എന്നാണ് ചോദ്യം. എന്നിട്ട് ഓപ്ഷൻ തന്നേക്കാണ്. താലൂക്ക് ആശുപത്രിയാണോ, മെഡിക്കൽ കോളേജ് ആണോ, ജില്ലാ ആശുപത്രിയാണോ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്രിതല സംവിധാനത്തിൽ 3ാമത് വരുന്നത് ഏതാണ്? മെഡിക്കൽ കോളേജ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കേരള സർക്കാരിന്റെ ആരോഗ്യ രംഗത്ത് 3 രീതിയിലുള്ള ആരോഗ്യ സേവനങ്ങളാണുള്ളത്. 3 രീതിയിലുള്ള ആരോഗ്യ സേവനങ്ങളാണ് കേരള സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നത്.
അതില് ആദ്യത്തേതിനെ നമ്മൾ പ്രാഥമിക ആരോഗ്യ സേവനം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തേതിനെ നമ്മൾ ദ്വിതീയ ആരോഗ്യ സേവനം എന്ന് വിളിക്കുന്നു. ദ്വിതീയ ആരോഗ്യ സേവനം. അടുത്തതിനെ നമ്മൾ തൃതീയ ആരോഗ്യ സേവനം എന്ന് വിളിക്കുന്നു. അതിലെ പ്രാഥമിക ആരോഗ്യ പ്രാഥമിക എന്താ പറയാ ആരോഗ്യ സേവനം നമുക്ക് പ്രാഥമികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതായത് ഇപ്പൊ കുട്ടികൾക്ക് പോളിയോ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ പ്രാഥമിക സേവനങ്ങൾ. ഇപ്പൊ നമ്മൾ പറയും കുത്തിവെപ്പുകൾ നടത്തുക, പോളിയോ കൊടുക്കുക, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമികപരമായിട്ടുള്ള കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ ഉയർന്ന തലത്തിലേക്ക് റെഫർ ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത് ഏതാണ്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ്. അപ്പൊ അതില് നമ്മൾ ഏതൊക്കെ സ്ഥാപനങ്ങളാ പെടുക? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പബ്ലിക് ഹെൽത്ത് സെന്റർ അല്ലെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. അതുകൂടാണ്ട് എന്താണ്? സബ് സെന്ററും ഉണ്ട്. രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇവിടെ പെടുക. ഇനി ദ്വിതീയ കാറ്റഗറിയിൽ എന്താ പറയാ? സങ്കീർണ രോഗങ്ങൾ ഒഴികെയുള്ള മിക്ക രോഗങ്ങൾക്കും ചികിത്സ അവിടെ കിട്ടും. അതായത് ലാബ് ടെസ്റ്റ് നടത്തും, എക്സ്റേ നടത്തും, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജില്ലാ ഹോസ്പിറ്റലുകൾ, ജില്ലാ ആശുപത്രികൾ ഇതിൽ പെടും. അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയും. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, അതൊക്കെ ഇതിൽ പെടും. ദ്വിതീയ ആരോഗ്യ മേഖലയിൽ പെടും. തൃതീയ ആരോഗ്യ മേഖലയിൽ എന്താ? സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഗവേഷണം, അങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അത് എവിടെയുണ്ടാവുക? എവിടെയുണ്ടാവുക? മെഡിക്കൽ കോളേജസ്. എവിടെയുണ്ടാവുക? മെഡിക്കൽ കോളേജിൽ ഉണ്ടാവും. ആധുനിക വൈദ്യശാസ്ത്രമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, റിസർച്ച് സെന്ററുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, അതൊക്കെയാണ് തൃതീയ മേഖലയ്ക്ക് ഉദാഹരണം. അപ്പൊ പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും, ഇനി നിങ്ങൾക്ക് തെറ്റില്ലല്ലോ, ഈ മൂന്ന് മേഖലയും ഒന്ന് ഓർത്തു വെച്ചോളോ, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള മേഖലകളാണ് കേട്ടോ. അപ്പൊ ഈ കാര്യം ക്ലിയർ ആയില്ലേ? ഇനി നമ്മളോട് ചോദിക്കാറുള്ള അടുത്തൊരു ചോദ്യം, ഇത് ഒന്നും ആയിട്ട് ബന്ധമില്ലാത്ത വേറൊരു മേഖലയിലേക്ക് നമ്മൾ പോണേ. ആദ്യം എന്താ പറഞ്ഞത്? നമ്മള് ആദ്യത്തെ കാറ്റഗറിയിൽ ഫസ്റ്റ് നമ്മള് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ പറഞ്ഞു. രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞ? മൂലകങ്ങളുടെ ആറ്റോമിക് നമ്പർ പറഞ്ഞു. മൂന്നാമത്തെ നമ്മള് കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ആരോഗ്യ സേവനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ചില നവോത്ഥാന നായകന്മാരെ തന്നിട്ടേ ആ നവോത്ഥാന നായകന്മാരുടെ ഒറിജിനൽ പേരെന്താന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മള് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം ടീച്ചർ പറയട്ടെ. കുട്ടിയപ്പി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആരറിയോ നിങ്ങൾക്ക് കുട്ടിയപ്പി? ഡോക്ടർ പൽപുവിന്റെ ബാല്യകാല നാമമായിരുന്നു കുട്ടിയപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ അടുത്തത് കുഞ്ഞൻ പിള്ള എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? കുഞ്ഞൻ പിള്ള എന്നറിയപ്പെട്ടിരുന്നത് കുഞ്ഞൻ പിള്ള എന്നും അയ്യപ്പൻ എന്നൊക്കെ പറയും. അദ്ദേഹത്തിന്റെ പേര് ചട്ടമ്പി സ്വാമികളാണ്. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അല്ലെ? അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മുടിചൂടും പെരുമാൾ. അല്ലെ? മുടിചൂടും പെരുമാൾ. മുടിചൂടും പെരുമാൾ എന്ന് മാത്രമല്ല മുത്തുകുട്ടി എന്നും കേട്ടിട്ടുണ്ട് അല്ലെ? അതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ആരാണ്? വൈകുണ്ഠ സ്വാമികളെയാണ് ആ പേരിൽ വിളിക്കുന്നത്. ഇനി അടുത്തത് നമ്മള് കുമാരു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാൻ. അടുത്ത ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി ഇഷ്ടം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടി ആരാണ്? ഗോവിന്ദൻകുട്ടി ബ്രഹ്മാനന്ദ ശിവയോഗി. അല്ലെ? ബ്രഹ്മാനന്ദ ശിവയോഗി, കാരാട്ട് ഗോവിന്ദമേനോൻ എന്നൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇനി അടുത്ത നമ്മളോട് ചോദിക്കാറുള്ളത് ശങ്കരൻ. ആരാണ്? ശങ്കരൻ. ശങ്കരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. ശങ്കരൻ പണ്ഡിറ്റ് കറുപ്പനാണ്. ക്ലിയർ ആയില്ലേ? ഇനി കൃഷ്ണൻ നമ്പ്യാതിരി. ആരാണ്? കൃഷ്ണൻ നമ്പ്യാതിരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആള്. കൃഷ്ണൻ നമ്പ്യാതിരി ആരാണ്? ആഗമാനന്ദ സ്വാമിയാണ്. ആഗമാനന്ദനാണ് കൃഷ്ണൻ നമ്പ്യാതിരി എന്ന് ഓർക്കുക. അടുത്തത് കുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? കുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് പൊയ്കയിൽ യോഹന്നാനാണ് എന്ന് ഓർക്കണം. പൊയ്കയിൽ യോഹന്നാനാണ് കുമാരൻ എന്നറിയപ്പെട്ടിരുന്നത്. ഇനി അടുത്തത് കുഞ്ഞിക്കണ്ണൻ ആരാണ്? കുഞ്ഞിക്കണ്ണൻ. അല്ലെ? കുഞ്ഞിക്കണ്ണൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് വാഗ്ബടാനന്ദനാണ്. ആരാണ്? വാഗ്ബടാനന്ദനെയാണ് കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെട്ടിരുന്നത്.
ഇനി അടുത്തത് കാളി എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? കാളി ആരായിരിക്കും? അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളി. അടുത്തത് സുബ്ബരായൻ എന്നറിയപ്പെട്ടിരുന്നത് തൈക്കാടയ്യ. ആരാണ്? തൈക്കാടയ്യ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് നാണു, അല്ലെ? നാണു ആശാൻ, നാരായണൻ എന്ന് പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനാണ്. അപ്പൊ ഇത്രയും വ്യക്തികളും ആ വ്യക്തികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ പേരുകളും നമ്മൾ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക. ഇനി അടുത്തത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു കാറ്റഗറിയിലുള്ള ചോദ്യമാണ്. നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ചില ശരീരഭാഗങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. ചില ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങൾ തന്നിട്ട് അതിനെ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്ന ആവരണം എന്ത് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആവരണത്തിന്റെ പേര് എന്താണ്? പ്ലൂറ. എന്താണ്? പ്ലൂറ. ഇനി കോശമാണെങ്കിൽ എല്ലാവർക്കും അറിയാം അല്ലെ? ഏതാണ്? കോശാവരണം എന്ന് പറയും. കോശത്തിനാണെങ്കിൽ കോശാവരണം എന്നാണ് അതിന്റെ പേര്. ഇനി അടുത്തത് മസ്തിഷ്കം. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്നത് മെനിഞ്ചസ് ആണ്. എന്താണ്? മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്നത് മെനിഞ്ചസ്. ഇനി ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആവരണം ഏതാണ്? പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പെരികാർഡിയമാണ്, അല്ലെ? പെരികാർഡിയം. ഇനി അടുത്തത് കരളിനെ ആണെങ്കിൽ എന്താ പറയാ നിങ്ങള്? പെരിറ്റോണിയം. എന്താണ്? പെരിറ്റോണിയം. കരളിനെ ആവരണം ചെയ്തിരിക്കുന്നത് പെരിറ്റോണിയം ആണ്. പല്ലിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആവരണമാണ്. പല്ലിന്റെ ആവരണം ഏതാണ്? ഇനാമലാണ്. ഏതാണ്? ഇനാമലാണ്. അപ്പൊ ഇത്രയും ടോപ്പിക്കാണ്, 5 ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിച്ചത്. ഭംഗിയായിട്ട് പഠിക്കുക. 2 ദിവസം കൂടി ഉള്ളൂ. ആ 2 ദിവസത്തോടു കൂടി ടീച്ചർ മാക്സിമം എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. 2 ദിവസം കൂടി ആവുമ്പോഴേക്കും ഫുള്ള് ടോപ്പിക് തന്നെയാവും. പിന്നെ ഇതിൽ വിട്ടിട്ട് മാക്സിമം എന്താ പറയാ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് 60 ദിവസത്തെ അപ്പൊ 2 ദിവസത്തിനുള്ളിൽ തീരാണ്. അത് കഴിഞ്ഞ് നമ്മൾ SCRT പാഠഭാഗങ്ങൾ പഠിക്കും. അതുപോലെ റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കും കൂടെ വേണം. നമുക്ക് അധികം ദിവസം ഇല്ല കേട്ടോ, അത് ഓർമ്മയുണ്ടാവണം.